എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കുറച്ച് SCERT ഫാക്റ്റാണ്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഉൽപാദന ഘടകങ്ങൾ അല്ലേ, ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലേ. മൂലധനത്തിന് എന്താ കിട്ടുന്നത്? പലിശ അല്ലേ. മൂലധനം എന്ന് ചോദിച്ചാൽ എന്താണ്? ക്യാപിറ്റലിന് എന്താണ്? ഇൻട്രസ്റ്റ് ആണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? സംഘാടകൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്താ കിട്ടുന്നത്? പ്രോഫിറ്റ് അല്ലേ, ലാഭമാണ് കിട്ടുന്നത്. അതുപോലെ തൊഴിലാളികൾക്ക് എന്താ കിട്ടുന്നത്? കൂലിയിലെ വേജസ് ആണ് കിട്ടുന്നത്. ഭൂമി അല്ലെങ്കിൽ ലാൻഡ് എന്താ കിട്ടുന്നത്? വാടക അല്ലെങ്കിൽ പാട്ടമാണ് കിട്ടുന്നത് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ആഡം സ്മിത്ത് ആണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻ എന്നത് ആരുടെ പ്രശസ്ത ഗ്രന്ഥമാണ്? ആരുടെയാണ്? ആഡം സ്മിത്തിൻ്റെ തന്നെയാണ്. എന്താണ്? നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻ എന്ന ഗ്രന്ഥം. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം എന്ന സിദ്ധാന്തം ഏതാണ്? ലെസേഴ്സ് ഫിയർ സിദ്ധാന്തമാണ്. എന്താണ് അതിൽ പറയുന്നത്? സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ എന്ത് ചെയ്യണം? പരിമിതപ്പെടുത്തണമെന്നും അതുപോലെ എന്താണ്? വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണെന്ത്? ലെസേഴ്സ് ഫിയർ സിദ്ധാന്തം. ഇത് ആരുടെയാണ്? ആഡം സ്മിത്തിൻ്റെയാണിത്. ഉൽപാദനത്തിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിനു പ്രാധാന്യം നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? കാൾ മാക്സ് ആണ് അല്ലേ. എന്താണ്? ഉൽപാദനത്തിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകി. മൂലധനം എന്ന കൃതി ആരുടേതാണ്? കാൾ മാക്സിൻ്റെയാണ് കേട്ടോ. എന്താണ്? മൂലധനം എന്നത് ആരുടെയാണ്? കാൾ മാക്സിൻ്റെ. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിനാണ് മാക്സ് പ്രാധാന്യം നൽകിയത്. ഉൽപാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ് അല്ലേ. എന്താണ്? ഏതൊരു ഉൽപാദനത്തിൻ്റെയും അടിസ്ഥാനം എന്തായിട്ടാണ് പറയുന്നത്? തൊഴിലാളികളുടെ അധ്വാനമാണ് എന്നാണ് പറയുന്നത്. തൊഴിലാളികളുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലമാണ് ഉൽപ്പന്നത്തിൻ്റെ വിലയായിട്ട് പറയപ്പെടുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു ഭാഗം മാത്രം തൊഴിലാളികൾക്ക് പ്രതിഫലമായി നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി ലാഭമായി മാറ്റുകയുമാണ് ചെയ്യുന്നത്. ഇതിനെ മിച്ചമൂല്യമെന്ന് കാൾ മാക്സ് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ എന്താണ് മിച്ചമൂല്യം? എന്താണ്? അതായത് ഒരു ഭാഗം മാത്രമാണ് തൊഴിലാളികൾക്ക് എന്താണ്? പ്രതിഫലമായിട്ട് നൽകുന്നത് അല്ലേ. ബാക്കിയുള്ള സിംഹഭാഗവും ആരാണ്? മുതലാളി എന്താക്കി മാറ്റുകയാണ്? ലാഭമാക്കി മാറ്റുകയാണ്. അപ്പം ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? മിച്ചമൂല്യം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെയും ചോദിക്കാം, മിച്ചമൂല്യം എന്ന കോൺസെപ്റ്റ് ആരുടേതാണ്? ആരുടെയാണ്? കാൾ മാക്സിൻ്റെ തന്നെയാണ് അല്ലേ. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. എങ്ങനെയാണ്? അതായത് ഒരു ഉള്ളവനെന്നോ അല്ലെങ്കിൽ ഇല്ലാത്തവൻ എന്നുള്ളൊരു വേർതിരിവില്ലാത്ത ഒരു സമൂഹമാണ് അദ്ദേഹം എന്ത് ചെയ്തത്? സ്വപ്നം കണ്ടത്. അപ്പം ഇത്തരം ആശയങ്ങളാണ് എന്താണ്? മൂലധനം എന്ന കൃതിയിലൂടെ കാൾ മാക്സ് പങ്കുവയ്ക്കുന്നത്. സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ അല്ലെങ്കിൽ എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആരുടെയാണ്? ആൽഫ്രഡ് മാർഷലിൻ്റെയാണ് എന്ത്? സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അതുപോലെ വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പഠിച്ച വ്യക്തിയാണ് ആരാണ്? ലയണൽ റോബിൻസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, അതായത് ലയണൽ റോബിൻസിൻ്റെ സാമ്പത്തിക ആശയങ്ങൾ എന്തിലായിരുന്നു ഫോക്കസ് ചെയ്തത്? അതായത് വർദ്ധിച്ച ആവശ്യങ്ങൾ അല്ലേ. മനുഷ്യനെ സംബന്ധിച്ച് ആവശ്യങ്ങൾക്ക് എന്താണ്? ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നില്ല അല്ലേ. പക്ഷെ ആ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള വിഭവങ്ങൾ എന്തായിരുന്നു? പരിമിതമായിരുന്നു അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിരുന്നു. അപ്പം ഈ രണ്ട് കാര്യങ്ങളെയും ഫോക്കസ് ചെയ്തിട്ടാണ് ആര്? ലയണൽ റോബിൻസ് ആശയങ്ങൾ പങ്കുവച്ചിരുന്നത്. നമുക്ക് നോക്കാം ഓരോ പാശ്ചാത്യ സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെയും ആശയങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ആഡം സ്മിത്തിൻ്റെ എങ്ങനെയായിരുന്നു? അതായത് സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് അദ്ദേഹം എന്ത് ചെയ്തത്? വിശ്വസിച്ചത്. പിന്നെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അല്ലേ, എന്ത് ചെയ്യണം? അതായത് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ എന്ത് ചെയ്യണം? പരിമിതപ്പെടുത്തുകയും വേണം. അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ് ആര്? ആഡം സ്മിത്ത്. കാൾ മാക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു തൊഴിലാളികൾക്കാണ് അദ്ദേഹം എന്ത് ചെയ്തത്? പ്രാധാന്യം നൽകിയത്. ആൽഫ്രഡ് മാർഷൽ മനുഷ്യക്ഷേമമാണ് അല്ലേ. അതായത്
ഉൽപ്പന്നം ഉണ്ടാക്കിയാൽ എന്താ വേണ്ടത്? മനുഷ്യൻ്റെ ക്ഷേമത്തിനായിരിക്കണം മുൻതൂക്കം നൽകേണ്ടത് എന്നാണ് ആര് പറഞ്ഞത്? ആൽഫ്രഡ് മാർഷൽ പറഞ്ഞത്. ലയണൽ റോബിൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞെന്താണ്? അതായത് അതിരില്ലാത്ത ആവശ്യങ്ങളും അതുപോലെ തന്നെ എന്താണ് പരിമിതമായ, അതായത് ലിമിറ്റഡ് റിസോഴ്സസ് അല്ലേ, അതായത് പരിമിതമായ വിഭവങ്ങളും. അടുത്തത് പോൾ എ സാമുവൽസൺ. അദ്ദേഹം എങ്ങനെ വിശ്വസിച്ചത്? അതായത് രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും അതുപോലെ തന്നെ ശരിയായ വിഭവങ്ങളുടെ ഉപയോഗത്തിലുമാണ് എന്നാണ് അദ്ദേഹം എന്ത് ചെയ്തത്? വിശ്വസിച്ചത്. ആരാണ്? പോൾ എ സാമുവൽസൺ. എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ ഭദ്രത എന്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു? നല്ല സാമ്പത്തിക ആസൂത്രണത്തിലും അതുപോലെ തന്നെ എന്താണ് അതായത് വിഭവങ്ങളെ അല്ലെങ്കിൽ റിസോഴ്സിനെ എന്താണ് ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് പോൾ എ സാമുവൽ പറഞ്ഞത്. നമ്മൾ ഇന്ത്യയിലേക്ക് വരാണെങ്കിൽ നോക്കാം അല്ലേ. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മുഖ്യ ഉപദേഷ്ടാവ് ആരാണ്? ചാണക്യനാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് എന്ത്? അർത്ഥശാസ്ത്രം അല്ലേ. ഏത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയാണ് ചാണക്യൻ പ്രവർത്തിച്ചത്? ഏതാണ്? മഗധ എന്ന രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തത്. പിന്നെ അദ്ദേഹം എന്താണ്? നയങ്ങൾക്കാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഇമ്പോർട്ടൻസ് നൽകിയത് അല്ലേ. നയങ്ങളുടെ പ്രാധാന്യത്തെയാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ എന്തത് പറഞ്ഞത്. അടുത്തത് ചോർച്ച സിദ്ധാന്തം അല്ലെങ്കിൽ എന്താണ്? ഡ്രെയിൻ തിയറി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ആരുടെയാണത്? ദാദാബായ് നവറോജിയുടെയാണ് എന്ത് ചോർച്ച സിദ്ധാന്തം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ ചോർച്ച സിദ്ധാന്തം? അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായിരുന്നു ആര്? ദാദാബായ് നവറോജി. ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചുവെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് അല്ലേ. ഇതിനെയാണ് ചോർച്ച സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നത്. എന്താ അദ്ദേഹം പറഞ്ഞത്? അതായത് ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടീഷുകാരെ എന്താണ് ചോർത്തിയെടുക്കുക അല്ലെങ്കിൽ കൊള്ളയടിക്കുകയാണ്. അപ്പം ഇതെന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? അതായത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുമെന്നാണ് അദ്ദേഹം ഈ സിദ്ധാന്തത്തിലൂടെ പറഞ്ഞത് അല്ലേ. സമ്പത്തിൻ്റെ ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ, അതായത് ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിച്ചത് അല്ലെങ്കിൽ ചോർത്തിയെടുത്തത് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? അതായത് ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്തു? ഉയർന്ന ശമ്പളം നൽകി അല്ലേ. അപ്പം ഇവർക്ക്, അതായത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഈ ഉയർന്ന ശമ്പളം നൽകുമ്പോൾ എവിടെ നിന്നായിരിക്കും അത് കൊടുക്കുക? ഇന്ത്യയുടെ സമ്പത്തിൽ നിന്നായിരിക്കും ബ്രിട്ടീഷുകാർക്ക് ആ ശമ്പളം ലഭിക്കുന്നത്. അതുപോലെ ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ച് അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ എന്ത് ചെയ്തു? വിറ്റഴിച്ചു. എങ്ങനെയാണ്? അസംസ്കൃത വസ്തുക്കളെ എന്ത് ചെയ്തു? തുച്ഛമായ വിലയ്ക്ക് കളക്ട് ചെയ്തിട്ട് അതുപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുന്നു? നിർമ്മിക്കുന്നു. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുന്നു? കൂടിയ വിലയ്ക്ക് അല്ലെങ്കിൽ ഉയർന്ന വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ വിൽക്കുന്നു. അതുപോലെ ബ്രിട്ടൻ്റെ സാമ്രാജ്യത്വ വികസനത്തിനു വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിച്ചു. അതായത് ബ്രിട്ടൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ സമ്പത്ത് എന്ത് ചെയ്തു? കൊള്ളയടിച്ചു. ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തു അല്ലേ. അതായത് ഇന്ത്യയിലെ തൊഴിലാളികളെ എങ്ങനെയാണ്? അടിമകളെ പോലെയാണ് അവരെന്ത് ചെയ്തത്? ട്രീറ്റ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങളൊക്കെ എന്ത് ചെയ്തു? ബ്രിട്ടനിലേക്ക് എന്ത് ചെയ്തു? കയറ്റുമതി ചെയ്തു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചോർച്ച സിദ്ധാന്തവുമായിട്ട് പറയപ്പെടുന്നത്. അടുത്തത് ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തുവെന്നു. അതായത് ഈ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക പഠനം നടത്തിയ വ്യക്തിയാണ് ആര്? രമേശ് ചന്ദ്രദത്ത്. എന്താണ് അദ്ദേഹം ഫോക്കസ് ചെയ്തത്? അതായത് ബ്രിട്ടീഷ് ചൂഷണവും അതുപോലെ തന്നെ എന്താണ് പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെയാണ് ഇന്ത്യയെ തകർത്തത്. ഇതിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? പഠനം നടത്തിയത്. ആരാണ്? രമേശ് ചന്ദ്രദത്ത്. ഗാന്ധിജിയുടെ ഏത് പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ആശയങ്ങൾക്ക് തുടക്കം കുറിച്ചത്? ഏതാണ്? അതായത് 1909 പുറത്തിറങ്ങിയ എന്താണ്? ഹിന്ദു സ്വരാജിലാണ് എന്ത് അദ്ദേഹത്തിൻ്റെ ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങൾ അദ്ദേഹം പങ്കുവച്ചത്. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം സമ്പദ് ശാസ്ത്ര രംഗത്ത് കൊണ്ടുവന്ന വ്യക്തി ആരാണ്? ഗാന്ധിജിയാണ് കേട്ടോ. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം. അപ്പം എന്താണ് ഈ ട്രസ്റ്റിഷിപ്പ് എന്നുള്ള ആശയം എന്ന് നമുക്ക് നോക്കാം. അതായത് മുതലാളികൾ തനിക്കു മാത്രമായുള്ള ഉടമസ്ഥാവകാശം
പരിത്യജിക്കുകയും സമ്പത്ത് കൈവശം വച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിലാണെന്നാണ് പ്രഖ്യാപിക്കുകയാണ് വേണ്ടതെന്നാണ് ഇതിൽ പറയപ്പെടുന്നത്. എങ്ങനെയാണ്? അതായത് മുതലാളി എന്താ ചെയ്യുന്നത്? പൊതുജനങ്ങളുടെ സമ്പത്ത് എങ്ങനെയാണ് ഒരു ട്രസ്റ്റി എന്ന നിലയിലാണ് കൈവശം വച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറൊരു അനന്തരാവകാശികളില്ല, അല്ലേ? പൊതുജനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്, അല്ലേ? അതുപോലെ ഉൽപാദനത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് വ്യക്തികളുടെ ഹിതമോ അല്ലെങ്കിൽ അത്യാഗ്രഹമോ അനുസരിച്ചല്ല, സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ചാണ്. എങ്ങനെയാണ്? അതായത് ഒരു ഉൽപാദനത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് ഒരു വ്യക്തിയുടെ ആഗ്രഹം അനുസരിച്ചോ അല്ലെങ്കിൽ എന്താണ് അത്യാഗ്രഹമോ അനുസരിച്ചല്ല, മറിച്ച് എങ്ങനെയായിരിക്കണം? ആ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ചായിരിക്കണം. ഇനി മാന്യമായി ജീവിക്കാൻ ഉതകുന്ന കുറഞ്ഞ വേതനം നിശ്ചയിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുവദിക്കാവുന്ന ഏറ്റവും കൂടിയ വേതനത്തിനും ഒരു പരിധി കൽപ്പിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ പറഞ്ഞില്ലേ, കുറഞ്ഞ വേതനത്തിന് ഒരു ലിമിറ്റ് ഉള്ളതുപോലെ എന്ത് ചെയ്യണം? ഏറ്റവും കൂടിയ വേതനത്തിനും ഒരു പരിധി നിശ്ചയിക്കണം എന്ന് എന്തിൽ പറയുന്നു? ഈ ട്രസ്റ്റിഷിപ്പ് ആശയത്തിൽ പറയും. 1998 നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? അമർത്യ സെൻ ആണ് കേട്ടോ. എന്താണ്? 1998 നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ കേട്ടോ. വെൽഫെയർ എക്കണോമിക്സ് അതുപോലെ സോഷ്യൽ ചോയ്സ് എന്ന മേഖലകളിലെ അതുല്യ സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് 1998 നൊബേൽ സമ്മാനം നൽകിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.